Welcome back all of you. Taimanana. Antiepileptic drugs video series le nammade രണ്ടാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എപ്പിലെപ്സി എന്താണ് എന്ന് നമ്മൾ കണ്ടു. Then different types of epilepsy. Epilepsy classification നമ്മൾ കണ്ടു. So we saw about the classification of epilepsy. കൂടെ various epilepsy syndromes അതും നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ the second വീഡിയോയിൽ നമ്മൾ പറയുന്നത് anti-epileptic drugs അതിന്റെ classification ആണ് നമ്മൾ പറയുന്നത്. So we will classify the anti-epileptic drugs. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ എപ്പിലെപ്സി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിലെപ്സി പറഞ്ഞായിരുന്നു. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിലെപ്സിയിൽ ഏതെല്ലാം മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്, പ്രധാനമായിട്ടും ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്, ആൻഡ് അതർ ഡ്രഗ്സ് പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന മരുന്നുകൾ. സോ ഇതാണ് നമ്മൾ പറയുന്നത്. സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ, രണ്ട് വാട്ട് ആർ ദ ഡ്രഗ്സ് യൂസ് ഫോർ സ്പെസിഫിക് എപ്പിലെപ്സീസ് ആൻഡ് എപ്പിലെപ്സി സിൻഡ്രോംസ്. നമുക്ക് ആദ്യം ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ആന്റിഎപ്പിലെപ്റ്റിക് ഡ്രഗ്സ് വിൽ സപ്രസ് സീഷേഴ്സ്. ആന്റിഎപ്പിലെപ്റ്റിക് ഡ്രഗ്സ് സീഷർ സപ്രസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. സീഷേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സീഷേഴ്സ് എന്തായിരുന്നു? അബ്നോർമൽ എക്സൈറ്റബിലിറ്റി. അബ്നോർമൽ ആയിട്ട് ഏതെങ്കിലും ന്യൂറോൺസുകൾ കൂടുതലായിട്ട് എക്സൈറ്റബിൾ ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീഷേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ ഒരു ന്യൂറോൺ വരച്ചാണ്, അതിനിടയിൽ ന്യൂറോൺ വരച്ചു, ഇത് അടുത്ത ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഇതൊരു അബ്നോർമലി എക്സൈറ്റഡ് ന്യൂറോൺ ആണെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഈ എക്സൈറ്റേഷൻ ഇതിന്റെ കുറയ്ക്കും. മാത്രമല്ല ഇത് കുറയുമ്പോഴത്തേക്കും അടുത്ത ന്യൂറോണിലേക്കുള്ള അതിന്റെ ട്രാൻസ്മിഷൻ, ഇമ്പൾസ് ട്രാൻസ്മിഷനും ഇത് കുറയും. സോ അങ്ങനെയാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് സീഷേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിനകം ഡീപോളറൈസേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സെല്ലിനകത്ത് ഇറ്റ് ബിക്കംസ് മോർ പോസിറ്റീവ്. സെല്ലിനകത്ത് മോർ പോസിറ്റീവ് ആണെങ്കിൽ സെല്ലിന്റെ ഉള്ളിലേക്ക് പോസിറ്റീവ് ചാർജ്, പുറത്തുനിന്ന് പോസിറ്റീവ് ചാർജ് അകത്തേക്ക് കൂടുതലായിട്ട് കയറും. സോ ദ ഫസ്റ്റ് വേ, ആദ്യത്തെ വഴി നമുക്ക് ഈ ന്യൂറോൺ, ഒരു അബ്നോർമൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ ന്യൂറോണിനെ തടയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഈ സോഡിയം അകത്തേക്ക് കടയിൽ തടയുക എന്നുള്ളതാണ്. സോ ഇൻഹിബിഷൻ ഓഫ് സോഡിയം ചാനൽ. സോ ദിസ് ദ ഫസ്റ്റ് ഈസിയസ്റ്റ് വേ. സോഡിയം അകത്തേക്ക് കയറുന്നത് തടയുക. സോഡിയം കയറുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് കൂടുക. പോസിറ്റീവ് ചാർജ് കൂടുമ്പോഴാണ് ഡീപോളറൈസേഷൻ നടക്കുക. ഡീപോളറൈസേഷൻ നടക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങോട്ടേക്ക് പോവുക. ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുതിയ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങോട്ടേക്കും ഇതിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. സോ വി ക്യാൻ ഇൻഹിബിറ്റ് ദിസ് പ്രോസസ്. സോ ആദ്യ ഗ്രൂപ്പ് മരുന്ന് നമ്മൾ പറഞ്ഞു സോഡിയം ചാനൽ ഇൻഹിബിറ്റേഴ്സ് ആണ്. ഏതെല്ലാമാണ് മരുന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡ്രഗ് ഈസ് ഫെനിറ്റോയിൻ. ഫെനിറ്റോയിൻ ഒരു സോഡിയം ചാനൽ ഇൻഹിബിറ്റർ ആണ്. ഫെനിറ്റോയിന്റെ ഒരു പ്രോ ഡ്രഗ് ആണ് ഫോസ്ഫെനിറ്റോയിൻ. ഫോസ്ഫെനിറ്റോയിൻ ഈസ് അനദർ. രണ്ടാമത്തെ ഡ്രഗ് കാർബമാസെപ്പിൻ ആണ്. കാർബമാസെപ്പിൻ പോലെയുള്ള രണ്ട് മരുന്നുകൾ കൂടിയുണ്ട്. ഒന്ന് ഓക്സ് കാർബാസെപ്പിൻ ഉണ്ട്, ഓക്സ് കാർബാസെപ്പിൻ ഉണ്ട്. ദെൻ പിന്നെ ഒരു മരുന്ന് എസ്ലി കാർബാസെപ്പിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇത് രണ്ടും, ദീസ് ടു ഡ്രഗ്സ് ആർ പ്യുവർ സോഡിയം ചാനൽ ഇൻഹിബിറ്റേഴ്സ്. സോഡിയം ചാനലിനെ മാത്രം തടയുന്ന മരുന്നുകളാണ് സോഡിയം ചാനൽ ഇൻഹിബിറ്റേഴ്സ്. വേറെ ആക്ഷൻസ് ഒന്നുമില്ല. ഇതാണ് സോഡിയം ചാനലിലെ ഒരു മരുന്ന്. രണ്ടാമത്തെ മരുന്ന് നമുക്ക് പറയാനുള്ളത് വാൽപ്രോയേറ്റ് ആണ്. വാൽപ്രോയേറ്റ് സോഡിയം ചാനലിനെ തടയും. പ്ലസ് അഡീഷണലി ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് കാൽഷ്യം ചാനൽസ് ഓൾസോ. എല്ലാ കാൽഷ്യം ചാനലിലെ ടി ടൈപ്പ് കാൽഷ്യം ചാനൽ. ദെൻ ഓൾസോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഗാബ സിന്തസിസ് കൂട്ടാം, ഓർ ഡിക്രീസ് ഗാബ നശിച്ചു പോകുന്നത്. സോ ഗാബ പല രീതിയിൽ നശിച്ചു പോകാം, അതിനെയും തടയാം. സോ ഓൾ ടുഗദർ ഇറ്റ് ഇൻക്രീസസ് ഗാബയുടെ എമൗണ്ട് കൂട്ടാവുന്ന ഡ്രഗ് കൂടിയാണ് വാൽപ്രോയേറ്റ്. സോ ഇറ്റ്സ് എ സോഡിയം ചാനൽ ഇൻഹിബിറ്റർ ആണ്. മറ്റൊരു മരുന്ന് നമുക്ക് പറയാനുള്ളത് ലാമോട്രിജിൻ ആണ്. ലാമോട്രിജിൻ സോഡിയം ചാനലിനെ തടയും. സോ ഇറ്റ് ക്യാൻ ഓൾസോ ഇൻഹിബിറ്റ് കാൽഷ്യം. ഹൈ വോൾട്ടേജ് കാൽഷ്യം ചാനലിനെ തടയാവുന്ന ഒരു ഡ്രഗ് ആണ്. Then another drug is lacosamide. അല്ലാതെ വേറൊരു മരുന്നാണ് സോനിസമൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ റുഫിനാമൈഡ്. ദീസ് ഓൾ, ഇതെല്ലാം തന്നെ സോഡിയം ചാനലിനെ തടയും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് കാൽഷ്യം ചാനലിനെ തടയുന്ന മരുന്നാണ് സോഡിയം ദെൻ കാൽഷ്യം ചാനൽ. ഇതിനൊക്കെ തടയുന്ന മരുന്നുകളാണ്. സോ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം. സോ ഇൻഹിബിറ്റ് സോഡിയം ചാനൽ. സോ ദിസ് വൺ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ഇനി രണ്ടാമത്തെ വഴി നമുക്ക് ന്യൂറോണൽ എക്സൈറ്റേഷൻ തടയാനായിട്ട് നമുക്ക് രണ്ടാമത്തെ വഴി എന്ന് വെച്ചാൽ വീണ്ടും പോസിറ്റീവ് ചാർജ് അകത്ത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. സോ പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ആക്സോണൽ എൻഡിലെത്തും. സോ പോസിറ്റീവ് സോഡിയം ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് കാൽഷ്യം ചാനൽ, വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ വിൽ ഓപ്പൺ. കാൽഷ്യം വിൽ എൻ്റർ. കാൽഷ്യം എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വെസിക്കിൾ
വെസിക്കിൾസ് ഉണ്ട്, വെസിക്കിൾസിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തേക്ക് വരും. സോ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ കാൽഷ്യം നമ്മൾ തടയുന്നത് ഇവിടെ പ്രീസിനാപ്റ്റിക്, ഇത് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ ആണ്, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഈ പ്രീസിനാപ്റ്റിക് ന്യൂറോണിൽ നമ്മൾ കാൽഷ്യം തടഞ്ഞാൽ, ഇഫ് യു സ്റ്റോപ്പ് ദിസ്, നമുക്കിവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് തടയാം. സപ്പോസ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് ഗ്ലൂട്ടമേറ്റ് ആണെന്ന് വിചാരിക്കാം. ഗ്ലൂട്ടമേറ്റ് എന്ന് വെച്ചാൽ എക്സൈറ്റേറ്ററി ആണ്. സോ ഇതിനെ എക്സൈറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഇവിടെ നിന്നുള്ള എക്സൈറ്റേഷൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഈ കാൽഷ്യം ചാനൽ തടഞ്ഞത് മൂലം നമുക്ക് തടയാനായിട്ട് പറ്റും. ഇഫ് ഈ ഇൻഹിബിറ്റ് ഇവിടെയാണ് തടയുന്നെങ്കിലോ, ഇത് ദിസ് പോസ്റ്റിനാപ്റ്റിക് ന്യൂറോൺ അതിന്റെ എക്സൈറ്റേഷൻ, സോ ഇവിടെ കാൽഷ്യം പോസിറ്റീവ് ചാർജ് കൂടുന്നില്ല, സോ ഇത് എക്സൈറ്റഡ് ആവുന്നില്ല, ഇത് പഴയത് മാതിരി. സോ കാൽഷ്യത്തിന്റെ എൻട്രി മൂലം, കാൽഷ്യം എൻട്രി മൂലം എപ്പിലെപ്സി ഉണ്ടാവുന്നത് ഉദാഹരണം തലാമസിലാണ്, തലാമിക് ന്യൂറോണിലാണ്. തലാമിക് ന്യൂറോണിൽ ഉണ്ടാവുന്ന എപ്പിലെപ്സിയുടെ പേര് പെറ്റിറ്റ്മാൽ എപ്പിലെപ്സി എന്നാണ്. പിള്ളേരിലൊക്കെ ഉണ്ടാവുന്ന എപ്പിലെപ്സി നമ്മൾ പറഞ്ഞു, പെറ്റിറ്റ്മാൽ എപ്പിലെപ്സി, പെറ്റിറ്റ്മാൽ സീഷേഴ്സ്. സോ ഇത് ടി ടൈപ്പ് ഓർ ട്രാൻസിയന്റ് ടൈപ്പ് ഓഫ് കാൽഷ്യം ചാനൽസ് ആണ്, ട്രാൻസിയന്റ് കാൽഷ്യം ചാനലാണ്. സോ അതിന് തടയുന്ന മരുന്ന് ഓൺലി സ്പെസിഫിക് ഫോർ ദിസ്, ഇതിന് മാത്രം തടയുന്ന മരുന്നാണ് എത്തോസക്സിമാഡ്. സോ എത്തോസക്സിമാഡ് ഈ സ്പെസിഫിക് ടി ടൈപ്പ് കാൽഷ്യം ചാനൽ ഇൻഹിബിറ്റർ. സോ ഇറ്റ് ഈസ് ദ നമ്പർ 1 ഡ്രഗ് ഫോർ പെറ്റിറ്റ്മാൽ ആയിരിക്കും. ദെൻ അടുത്ത മരുന്ന് നമ്മൾ നേരത്തെ പഠിച്ച മരുന്നുകൾ തന്നെയാണ്, വാൽപ്രോവേറ്റ് ആണ്. വാൽപ്രോവേറ്റ് ക്യാൻ ഇൻഹിബിറ്റ് കാൽഷ്യം ചാനൽസ് നമ്മൾ പറഞ്ഞു. സോ അത് സോഡിയത്തെ തടയും, ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് കാൽഷ്യത്തെ തടയും. ദെൻ ഗാബ സിന്തസിസ് കൂട്ടും വർദ്ധിക്കും എന്ന് പറഞ്ഞു, ഗാബ നശീകരണം തടയുന്നു. സോ ഇറ്റ് ഹാസ് സംതിങ് റിലേറ്റഡ് ടു ഗാബ ആക്ഷൻ ഓൾസോ. ദെൻ പിന്നെയുള്ള മരുന്ന് ലാമോട്രിജിൻ ആണ്. ലാമോട്രിജിൻ എന്ന മരുന്നിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞതാണ്. സോ സോഡിയം ചാനലിനെ തടയുന്നു പറഞ്ഞു. ഇനി കാൽഷ്യത്തെ പറ്റി പറയുമ്പോൾ ഇത് ഹൈ വോൾട്ടേജ് കാൽഷ്യം ചാനലാണ് തന്നെ, ഹൈ വോൾട്ടേജ് കാൽഷ്യം ചാനൽ തടയുന്ന പ്രവർത്തനമുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ തടയുമ്പോഴത്തേക്കും ഗ്ലൂട്ടമേറ്റ് റിലീസ് വിൽ ബി ഇൻഹിബിറ്റഡ്. ഗ്ലൂട്ടമേറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നില്ല. ദെൻ അനദർ ഡ്രഗ് ഇസ് ക്ലോണാസിപ്പം. ക്ലോണാസിപ്പം ഒരു ബെൻസോഡൈസിപ്പിൻ ലൈക്ക് ഡ്രഗ് ആണ്, ബെൻസോഡൈസിപ്പിൻ ആണ്. അതിന് ബെൻസോഡൈസിപ്പിന്റെ ആക്ഷൻ ഉണ്ട്, സം കാൽഷ്യം ചാനൽ ഇൻഹിബിഷൻ ഉണ്ട്. ദെൻ സോനിസമൈഡിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോനിസമൈഡ് നമ്മൾ സോഡിയം ചാനൽ ഇൻഹിബിറ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു മരുന്നാണ് ലാക്കോസമൈഡ്. ലാക്കോസമൈഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. പക്ഷേ ലാക്കോസമൈഡിനെ കാൽഷ്യം ചാനലായിട്ട് നമ്മൾ സ്പെസിഫിക് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ CRMP2 ഇൻഹിബിറ്റർ ആണ്. വാട്ട് ഇസ് CRMP? CRMP എന്ന് വെച്ചാൽ കൊളാപ്സിൻ റെസ്പോൺസ് മെംബ്രെയിൻ പ്രോട്ടീൻ 2 എന്നാണ് അതിന്റെ പേര്, CRMP2. ഈ CRMP2 പ്രീസിനാപ്റ്റിക് വെസിക്കിൾസ്, ഇവിടെ പ്രീസിനാപ്റ്റിക് വെസിക്കിൾസിനകത്താണ്. ഈ വെസിക്കിൾസിനകത്ത് കാൽഷ്യം അകത്ത് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോട്ടീൻ, ആ പ്രോട്ടീൻ തടയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് തടയും. സോ ഇറ്റ്സ് ഓൾസോ കാൽഷ്യം ചാനൽ ഇൻഹിബിറ്റർ അല്ല, പക്ഷേ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു കാൽഷ്യം. സോ ലാക്കോസമൈഡ് ഈസ് അനദർ ഡ്രഗ്. ദെൻ ഇനി രണ്ട് മരുന്ന് കൂടി നമുക്ക് പറയേണ്ട, അത് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ ആക്ട് ചെയ്യുന്ന മരുന്നാണ്. വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിന് താഴത്തായിട്ട് ഇവിടെ 2 പ്രോട്ടീൻസ് ഉണ്ട്, 2 അല്ല കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഒരു പ്രോട്ടീന്റെ പേര് α2 δ1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, δ1 സബ് യൂണിറ്റ് ഓഫ് ദിസ് പ്രോട്ടീൻ. ആൻഡ് ഇത് കാൽഷ്യം ചാനലാണെന്ന് നമ്മൾ പറഞ്ഞു. സോ 2 മരുന്നുകൾ, ഗാബാപെന്റിൻ എന്ന് പറയുന്ന മരുന്ന്, ദെൻ പ്രീഗാബാലിൻ. ഇത് രണ്ടും ഈ α2, ഇത് α2 δ1 ആണെങ്കിൽ α2 δ1ൽ പോയിട്ട് ചേരുകയും അങ്ങനെ കാൽഷ്യം ചാനലിനെ തടയുകയും ചെയ്യുന്ന മരുന്നാണ്. സോ ഇത് തടയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഗ്ലൂട്ടമേറ്റ് ഇല്ല, ദെൻ സബ്സ്റ്റൻസ് പി ഇല്ല, അല്ലെങ്കിൽ CGRP കാൽഷ്യം ജീൻ റിലേറ്റഡ് പെപ്റ്റൈഡ്, ഇങ്ങനെയൊക്കെയുള്ള എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കുറവുണ്ടാകും. ഓക്കെ, സോ അതാണ് അടുത്ത വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനലായിട്ട് വർക്ക് ചെയ്യുന്ന 2 മരുന്നുകൾ. സോ ഗാബാപെന്റിൻ ആൻഡ് പ്രീഗാബ. എങ്കിലും കാൽഷ്യം മാത്രം പറയുകയാണെങ്കിൽ ഫേമസ് ഡ്രഗ്സ് ആർ എത്തോസക്സമൈഡ്, ലാമോട്രിജിൻ, ദെൻ സോനിസമൈഡ്, ക്ലോണാസിപ്പം ഒക്കെയാണ് നമ്മൾ പറയുക. ഇത് നമ്മൾ ശരിക്കും NMDA റിലീസ് ഇൻഹിബിറ്റർ എന്ന രീതിയിലോ വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനലിന്റെ α2 δ1 എന്ന രീതിയിലായിരിക്കും പറയാം. ബട്ട് എനിവേ ദിസ് ഓൾസോ ഇൻഹിബിറ്റിംഗ് ദ കാൽഷ്യം എൻട്രി പ്രോസസ്. ഒരു ന്യൂറോൺ എക്സൈറ്റഡ് ആവാൻ കാരണം അകത്ത് പോസിറ്റീവ് ചാർജ് കൂടുന്നതുകൊണ്ടാണ്. സോഡിയം വീണ്ടും കയറുന്നതോറും പോസിറ്റീവ് ചാർജ് കൂടും, കാൽഷ്യം കയറിയാലും പോസിറ്റീവ് ചാർജ് കൂടും. സോ ദിസ് വിൽ ബിക്കം എക്സൈറ്റഡ്. സോ അപ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജിനെ പുറത്തേക്ക് കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പൊട്ടാസ്യം. പോസിറ്റീവ് ചാർജ് തന്നെയാണ് പൊട്ടാസ്യത്തിന്. സോ പൊട്ടാസ്യം ക്യാൻ ഈസിലി ലീക്ക് ഔട്ട് നമുക്കറിയാം. സോ ത്രൂ പൊട്ടാസ്യം ചാനൽ. സോ പൊട്ടാസ്യം ചാനലിനെ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, സോ പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് ന്യൂറോണൽ എക്സൈറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. സോ ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്. സോ പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസോഗാബിൻ. എസോഗാബിന്റെ വേറൊരു പേര് കൂടിയുണ്ട്, അതിനെ റെറ്റിഗാബിൻ എന്ന് വിളിക്കും. റെറ്റിഗാബിൻ ഓർ എസോഗാബിൻ ആണ് നമ്മൾ പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. പൊട്ടാസ്യം പുറത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ് പുറത്തേക്ക്, പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് പോകുമ്പോൾ സെല്ലിനകം നെഗറ്റീവ് ആകും. സോ ദീസ് ആർ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ. ന്യൂറോണിന്റെ അകത്തെ പോസിറ്റീവ് ചാർജ് കുറയ്ക്കാൻ നമ്മൾ പല
മാർഗങ്ങൾ കണ്ടു. ഒന്ന് സോഡിയം തടഞ്ഞു, കാൽഷ്യം തടഞ്ഞു, ദെൻ പൊട്ടാസ്യത്തെ പുറത്തേക്ക് വിട്ടു. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി അകത്ത് നെഗറ്റീവ് ചാർജ് എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ നെഗറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും അകത്തേക്ക് കയറ്റി വിട്ടാൽ ദിസ് സെൽ ബിക്കം ഹൈപ്പർ പോളറൈസ്ഡ് ആകും, ദിസ് സെൽ ബിക്കം ഡിപ്രസ്ഡ് ആകും, ന്യൂറോൺസ് വിൽ ബി ഡിപ്രസ്ഡ്. സോ ഇതിന് സാധാരണ നമുക്ക് കയറ്റിവിടാവുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ആളെന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ്, ക്ലോറൈഡ്. സോ ക്ലോറൈഡിന് പക്ഷേ അകത്ത് കയറാൻ ദർ നീഡ് സം ചാനൽസ് ആൻഡ് ഇവിടെ പ്രധാനപ്പെട്ട ചാനലാണ് ഗാബ എ. സോ ദ ചാനൽ ഈസ് ഗാബ എ ക്ലോറൈഡ് ചാനലാണ്. സോ ഇതിനകത്ത് കൂടി ക്ലോറിനകത്തേക്ക് കയറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് ഗാബ ഇവിടെ ഒന്ന് പിടിച്ചാലാണ് ഈ ചാനൽ തുറക്കുക. സോ ഗാബയുടെ ആക്ടിവിറ്റി എങ്ങനെയെങ്കിലൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ഗാബയുടെ നിർമ്മാണം കൂട്ടുകയോ ഗാബയുടെ നിർമ്മാണം തടയുകയോ ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കുകയോ എന്തൊക്കെ ചെയ്താലും മതി. സോ ദീസ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ ക്ലോറിനകത്ത് കയറുകയും ദിസ് ന്യൂറോൺസ് ശാന്തനാവുകയും ന്യൂറോൺസ് സീഷേഴ്സ് കുറയുകയും ചെയ്യും. സോ ഗാബ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ ഒന്ന് ഇപ്പോൾ ഇത് ഗാബ റിസപ്റ്റർ ആണെങ്കിൽ ഇഫ് ദിസ് ഈസ് ഗാബ റിസപ്റ്റർ, ദിസ് ഈസ് ക്ലോറൈഡ് ചാനൽ ഇൻസൈഡ് ദ റിസപ്റ്റർ. 5 ഇതളുകളുള്ള റിസപ്റ്റർ ആണ്. സോ ഒന്ന് ചെയ്യാവുന്നത് ഗാബ ഇവിടെ ഒന്ന് പിടിക്കുന്നതിന് പകരം വേറെ ആരെങ്കിലും ഒന്ന് അവിടെ ഒന്ന് പിടിക്കുക. സോ ആരാണത്? അതാണ് ബാർബിറ്റുറേറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. ഫിനോബാർബിറ്റോൺ ആണ് ഫേമസ്. ഫിനോബാർബിറ്റോൺ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ്. ദെൻ ക്യാൻ ബി തയോപെൻഡോൺ സോഡിയം ആകാം, തയോപെൻഡോൺ സോഡിയം, ഓർ മെത്തോഹെക്സിറ്റോൺ സോഡിയം ആകാം, മെത്തോഹെക്സിറ്റോൺ സോഡിയം. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ്. ബാർബിച്ചുറേറ്റ്സ് ആണ് ഒരു ഗ്രൂപ്പ്. ഇനി ബാർബിച്ചുറേറ്റ്സ് പോലെ പിന്നെ ഒരു മരുന്ന് കൊണ്ട് ബാർബിച്ചുറേറ്റ് പ്രോ ഡ്രഗ് ഉണ്ട്, പ്രിമിഡോൺ. ഉപയോഗത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രിമിഡോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ബാർബിച്ചുറേറ്റ്സ് സമാനമായിട്ടുള്ള വേറൊരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേര് സ്റ്റിറിപെൻഡോൾ എന്നാണ്, സ്റ്റിറിപെൻറ്റോ. ഓക്കെ, സമാനമായിട്ടുള്ള ഒരു മരുന്നാണ്. സോ ദിസ് ക്യാൻ ഓൾസോ ആക്ട് ഓൺ ദിസ് ഗാബ. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് ഗാബയുടെ ആക്ഷൻ കൂട്ടി ക്ലോറൈഡിനകത്തേക്ക് കൂട്ടുന്ന മരുന്ന് അത് ബെൻസോഡൈസെപ്പിൻസ് ആണ്. ബെൻസോഡൈസെപ്പിൻസ് ഗ്രൂപ്പിൽ ഫേമസ് ഡ്രഗ് ലൊറാസിപ്പാം ഉണ്ട്, ലൊറാസിപ്പാം, ഡയസിപ്പാം ഉണ്ട്, മിഡാസോളാം ഉണ്ട്, മിഡാസോളാം. ദെൻ ക്ലോണാസിപ്പാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്ലോബാസം ഈസ് അനദർ വൺ, ക്ലോബാസം ഈസ് അനദർ വൺ, നൈട്രാസിപ്പാം ഈസ് അനദർ വൺ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയുള്ള ബെൻസോഡൈസെപ്പിൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ് അടുത്തത്. സോ അതിൻ്റെയൊക്കെ ആക്ഷൻ നമ്മൾ പഠിക്കാം. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഈ റിലീസ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഗാബ ഉണ്ടായിരുന്നു, ഓക്കെ, ഗാബ റിലീസ് ചെയ്യാണ്. സോ ഇത് വേറെ ന്യൂറോൺ ആണെന്ന് വരയ്ക്കുക, ഇവിടെ നിന്ന് ഗാബ റിലീസ് ചെയ്യാന്ന് വരയ്ക്കുക. ഇത് ഗാബ ഉണ്ടാകുന്ന, ഓക്കെ, നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെയാണ് വരയ്ക്കുക, എൻഡിങ്സ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, ന്യൂറോണൽ എൻഡിങ്. സോ ഇവിടെ നിന്ന് വെസിക്കിൾസിനകത്ത് ഗാബ ഉണ്ട്, ഇത് ഇവിടെ ഒന്ന് പിടിച്ചു, ഇത് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത ഗാബ തിരിച്ചെടുക്കണം, ഗാബ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കണം. ഓക്കെ, സോ അതിന് നമുക്ക് ട്രാൻസ്പോർട്ടർ വേണം. അതിന് നമുക്ക് ഗാബ ട്രാൻസ്പോർട്ടർ 1, GAT1, GAT1 ട്രാൻസ്പോർട്ടർ. സോ ഈ ട്രാൻസ്പോർട്ടറിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിലോ ഗാബ വിൽ ബി ഹിയർ, കൂടുതലായിട്ട് ഗാബ ഇവിടെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു മരുന്നാണ് ടയാഗാബിൻ. ടയാഗാബിൻ അതിനകത്ത് ആ ഗാബ എന്നുള്ള വാക്കതിനകത്ത് കാണും. ഇനി ഗാബയെ നശിക്കാനുള്ള ഒരു എൻസൈം, ഇവിടെ ഗാബ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാബയെ നശിപ്പിക്കുന്ന ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഗാബയെ നശിപ്പിക്കുന്ന ഒരു എൻസൈം ആണ് ഗാബ ട്രാൻസ്അമിനേസ്. ഗാബ ട്രാൻസ്അമിനേസ് എന്ന് പറയുന്ന ട്രാൻസ്അമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഈ ഗാബയെ നശിപ്പിച്ചു കളയും. സോ ഇഫ് യു ഇൻഹിബിറ്റ് ദിസ് ഗാബ ട്രാൻസ്അമിനേസിനെ നമ്മൾ തടയുകയാണെങ്കിൽ വി ക്യാൻ ഇൻഹിബിറ്റ് ഓർ വി ക്യാൻ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഗാബ. ഗാബയുടെ എമൗണ്ട് കൂട്ടാനായിട്ട് പറ്റും. സോ അങ്ങനെയുള്ള ഒരു ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ ദ ഡ്രഗ് ഇസ് വിഗാബാട്രിൻ. വിഗാബാട്രിൻ, വിഗാബാട്രിനിൽ ഇവിടെ ഉണ്ട്, ട്രാൻസ്അമിനേസ് ആണ്, ഇത് ഇൻഹിബിറ്റർ ആണ്, ഇത് ഗാബയാണ്. വിഗാബാട്രിൻ എന്ന് പറയുന്ന മരുന്ന്. ദെൻ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽപ്രോയേറ്റ് എന്ന് പറയുന്ന മരുന്ന് ചെയ്യാം. ദെൻ വാൽപ്രോയേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗാബയുടെ സിന്തസിസ് കൂട്ടാം. ഗാബ സിന്തസിസ് ക്യാൻ ഓൾസോ ബി ഇൻക്രീസ് ബൈ വാൽപ്രോയേറ്റ്. ഇനി ഗാബ റിസപ്റ്ററിൽ ഇതേപോലെ ബെൻസോഡൈസെപ്പിൻസ് ഒക്കെ പോലെ ഒട്ടിച്ചേരാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയുണ്ട് പുതിയത്. ഗാബ അല്ലോസ്റ്ററിക് അഗോണിസ്റ്റ് ആണ്. ഗാബ അഗോണിസ്റ്റ് നമുക്ക് തൽക്കാലം പറയാം, ഗാബ എ അഗോണിസ്റ്റ് എന്ന പേര് നമുക്ക് പറയാം. സോ അല്ലോസ്റ്ററിക് അഗോണിസ്റ്റ് ആണ്. അവൻ മരുന്നിന്റെ പേര് ഗാനോക്സൊലോൺ എന്നാണ്. ഗാനോക്സൊലോൺ എന്ന് പറയുന്ന മരുന്ന്. ഗാനോക്സൊലോൺ ഈസ് എ ഗാബ എ റിസപ്റ്റർ അഗോണിസ്റ്റ് മരുന്നാണ്. അല്ലോസ്റ്ററിക് അഗോണിസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ക്യാൻ ഓൾസോ ഇൻക്രീസ് ഗാബ, ഇൻക്രീസ് ക്ലോറൈഡ് ഇൻ ദ സെൽ. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്ന്, ഇപ്പൊ ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തു. ഇത് ഗ്ലൂട്ടമേറ്റ് ആണെന്ന് കരുതുക. ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്തു. ഗ്ലൂട്ടമേറ്റിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇൻക്രീസ് സോഡിയം. സോഡിയം ഈ സെല്ലിനകത്തേക്ക് സോഡിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സോ ദിസ് സെൽ വിൽ ഗെറ്റ്, ദിസ് ന്യൂറോൺ വിൽ ഗെറ്റ് എക്സൈറ്റഡ്. സോ ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂട്ടമേറ്റ്. ഓക്കെ, സോ ഇറ്റ്സ് ആൻ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ. സോ ഇവിടെ നിന്ന് ഗ്ലൂട്ടമേറ്റ് റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആക്ഷൻസ് തടയുകയാണെങ്കിലും നമുക്ക് ഒരു ന്യൂറോണിനെ നമുക്ക് ശാന്തമാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഗ്ലൂട്ടമേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ വീണ്ടും ഇങ്ങനെ
വരയ്ക്കാം. സോ ഇത് ഈ എൻഡാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് അടുത്ത നെർവാണ്. ഓക്കെ, ഗ്ലൂട്ടമേറ്റ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് വെസിക്കിളിലാണ്. ഗാബയും ഗ്ലൂട്ടമേറ്റും ആസിറ്റൈൽകോളിനും ഡോപ്പമിനും എല്ലാം വെസിക്കിൾസിനകത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് ഇത് ഇവിടെ വന്ന് മുട്ടി അല്ല ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്തിട്ട് വേണം ഇത് റിലീസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഫ്യൂസ് ചെയ്യാനായിട്ട് ഇറ്റ് നീഡ്സ് എ പ്രോട്ടീൻ. അതിന്റെ പേര് SV2A പ്രോട്ടീൻ. ദാറ്റ് മീൻസ് സിനാപ്റ്റിക് വെസിക്കുലാർ ഗ്ലൈക്കോപ്രോട്ടീൻ എ. സിനാപ്റ്റിക് വെസിക്കുലാർ ഗ്ലൈക്കോപ്രോട്ടീൻ എ ആണ്. സോ ഇത് ഇവിടെ ഒട്ടിച്ചേരുമ്പോഴാണ് ഗ്ലൂട്ടമേറ്റ് ഇവിടെ നിന്ന് റിലീസ് ചെയ്യും. സോ ഇത് ഒട്ടിച്ചേരുന്ന തടയുന്ന മരുന്നുകളാണ് ലെവ്ടൈറാസിറ്റാം. നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാം, ലെവ്ടി എന്നായിരിക്കും എഴുതുക. ദെൻ അനദർ ഡ്രഗ് ഈസ് ബ്രിവറാസെറ്റാം പോലെയുള്ള മരുന്നുകൾ. സോ ദാറ്റ് ഇൻഹിബിറ്റ് SV2A. SV2A മീൻസ് ഗ്ലൂട്ടമേറ്റ് ഇവിടെ ഇല്ല. ഗ്ലൂട്ടമേറ്റ് ഇല്ലെങ്കിൽ ദിസ് ന്യൂറോൺ വിൽ നോട്ട് ഗെറ്റ് എക്സൈറ്റഡ്. ഇതാണ് ഒരു മരുന്ന്. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഗ്ലൂട്ടമേറ്റ് റിലീസ് തടയുന്ന മരുന്നുകൾ പ്രീഗാബാലിൻ ആൻഡ് ഗാബാപെന്റിൻ എന്ന് പറയുന്ന മരുന്നുകൾ കൂടി ഇങ്ങനെ വർക്ക് ചെയ്യാം. സോ ദാറ്റ് ക്യാൻ ഓൾസോ ഇൻഹിബിറ്റ്. അത് കാൽഷ്യത്തിന്റെ α2 ആ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നില്ല. അതിൽ രണ്ടിലും പ്രീഗാബാലിൻ ഗാബാപെന്റിലൊക്കെ ഗാബ ഉണ്ടെങ്കിലും ഗാബയിൽ കാര്യമായിട്ടുള്ള ആക്ഷൻ ഇല്ല. അത് ഗ്ലൂട്ടമേറ്റ് ഇവിടെ നിന്ന് റിലീസ് കുറയുമ്പോഴത്തേക്കും ഗാബയുടെ ആക്ഷൻ കൂടുതൽ ഉണ്ടാക്കിയേക്കാം കമ്പാരിറ്റീവ്ലി. അതല്ലാതെ വേറെ ആക്ഷൻ ഇല്ല. ഇനി ഗ്ലൂട്ടമേറ്റ് ഇങ്ങനെ റിലീസ് ചെയ്തു എന്ന് കരുതുക. സപ്പോസ് ദിസ് ഗ്ലൂട്ടമേറ്റ് ഇസ് റിലീസ്ഡ്. ഇനി ഇതിന് പിടിക്കാനായിട്ട് 3 തരം റിസെപ്റ്റേഴ്സ് ആണ്. ഗ്ലൂട്ടമേറ്റിന് സാധാരണ 3 ടൈപ്സ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് NMDA റിസെപ്റ്റർ. NMDA റിസെപ്റ്റർ ആണ്. രണ്ടാമത്തത് ആംപ റിസെപ്റ്റർ ആണ്. ആംപ. മൂന്നാമത്തത് കൈനേറ്റ് റിസെപ്റ്റർ. കൈനേറ്റ് റിസെപ്റ്റർ. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് റിസെപ്റ്റേഴ്സ് ഫോർ ഗ്ലൂട്ടമേറ്റ്. ഓൾ ദീസ് എല്ലാം സോഡിയം അകത്തേക്ക് കയറ്റുന്ന പരിപാടിയാണുള്ളത്. സോഡിയം ചാനൽ ലിങ്ക് റിസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ NMDA ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NMDA ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് ഫെൽബാമേറ്റ് എന്നാണ് അതിന്റെ പേര്. ഇനി ആംപയെ ബ്ലോക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഡ്രഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരാംപാനാൽ എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ട്. ദെൻ ടെലാംപാനാൽ, TELAMPANEL. TE ആണോ A ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പൊ എനിക്ക്. ഓക്കെ, എനിവേ ടെലാംപാനാൽ ആൻഡ് പെരാംപാനാൽ ഉണ്ട്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് NMDA റിസെപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നാണ് ഫെൽബമേറ്റ്. ആംപയായിട്ട് റിസെപ്റ്റർ ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നാണ് പാരാംപാനാൽ. ദെൻ ലെവ്ടൈറാസിറ്റാം SV2A ആണ്. സോ മറ്റ് പല മരുന്നുകളും എല്ലാം ഇവിടെ ഇൻഹിബിഷൻ കാൽഷ്യം ചാനലിനെയൊക്കെ തടയുമ്പോഴത്തേക്കും ഇവിടെ നിന്നും ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് എല്ലാം തടയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ സം അതർ ഡ്രഗ്സ് ക്യാൻ ഓൾസോ ആക്ട്. ഉദാഹരണം ACTH. എല്ലാ ടൈപ്പ് ഓഫ് എപ്പിലെപ്സിയിലും ആക്ട് ചെയ്യണമെന്നില്ല. ദെൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ചില എപ്പിലെപ്സിയിൽ ഉപയോഗിക്കാം. ദെൻ കനാബിഡയോൾ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം. ദെൻ ഒബിസിറ്റിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരു മരുന്നാണ് ഫെൻഫ്ലൂറമിൻ ചില എപ്പിലെപ്സിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ആണെന്ന് ചോദിക്കുക കണ്ടീഷൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനസ്തീഷ്യക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഉദാഹരണം പ്രൊപ്പോഫോൾ പോലെയുള്ള മരുന്നുകൾ. സോ ഇങ്ങനെയൊക്കെയുള്ള അനസ്തെറ്റിക്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ ദിസ് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. സോ ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് ആക്ട് ആസ് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ്. നമ്മൾ പറഞ്ഞത് സോഡിയം ചാനലിനെ തടയുന്ന പറഞ്ഞു. ദെൻ കാൽഷ്യം ചാനലിനെ തടയുന്ന മരുന്നുകൾ പറഞ്ഞു. പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഗാബയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നാണ്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് NMDAയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് 5 ക്ലാസ്. അതിൽ പിന്നെ വീണ്ടും നമുക്ക് ഗാബയിൽ പല സബ് ക്ലാസ്സുകളുണ്ട്. NMDAയിൽ നമുക്ക് പല സബ് ക്ലാസ്സുകൾ പറയാം. കാൽഷ്യം അതിനകത്തും പല സബ് ക്ലാസ്സുകൾ നമുക്ക് പറയാം. സോ ദീസ് ആർ ദ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ്. സോ അപ്പൊ ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് ഏതെല്ലാം ഈ പറഞ്ഞ മരുന്നുകൾ ഏതെല്ലാം ടൈപ്പ് ഓഫ് എപ്പിലെപ്സിയിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്. സോ നമുക്ക് ആദ്യം ഏറ്റവും സീരിയസ് കണ്ടീഷൻ തുടങ്ങാം. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ഇതാണ് സീരിയസ്. 5 മിനിറ്റിൽ കൂടുതൽ എപ്പിലെപ്സി തുടർന്നാൽ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ വാട്ട് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്? ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് IV ലോറാസിപ്പാം ആണ്. ബെൻസോഡൈസിപ്പിൻ ആയിട്ടുള്ള ലോറാസിപ്പാം. സോ ബിക്കോസ് ഇറ്റ് ഈസ് ക്വിക്ക് ആക്ടിങ്. ദെൻ ലോറാസിപ്പാം ഇല്ലെങ്കിൽ നമുക്ക് മിഡാസോളാം കൊടുക്കാം. ദെൻ ഡയസിപ്പാം തന്നെ കൊടുക്കാം. ദീസ് ആർ ദ ഡ്രഗ്. ഇനി ഇതിന്റെ കൂടെ അല്ലെങ്കിൽ അതിനുശേഷം വാൽപ്രോവേറ്റ് കൊടുക്കാം. ഫെനിറ്റോയിന് വരെ നമ്മൾ ഫോസ്ഫെനിറ്റോയിൻ ആയിരിക്കും മിക്കവാറും കൊടുക്കുക. ഫോസ്ഫെനിറ്റോയിൻ കൊടുക്കാം. ഓക്കെ, ലെവിടൈറാസിറ്റാം നമുക്ക് കൊടുക്കാം. ലെവിടൈറാസിറ്റാം നമ്മൾ കൊടുക്കാം. ഇവിടെ നമ്മൾ ലമോട്രിജിൻ എഴുതിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. ദെൻ ആഡ് ചെയ്യാവുന്നത് ഫിനോബാർബിറ്റോൺ നമുക്ക് ആഡ് ചെയ്യാം അതിന്റെ ഒപ്പം. ഇനി അതും കഴിഞ്ഞ് പറ്റിയില്ലെങ്കിൽ വി വിൽ ഗോ ഫോർ IV അനസ്തെറ്റിക് പ്രൊപ്പഫോൾ പോലെയുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. സോ ഇതെല്ലാം സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന് നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ്. ഇനി സപ്പോസ് എപ്പിലെപ്സി ഈസ് ഫോക്കൽ എപ്പിലെപ്സി ആണെങ്കിൽ ഏതെല്ലാം മരുന്നുകളാണെന്ന് ചോദിച്ചാൽ ലാമോട്രിജിൻ നമുക്കിവിടെ എഴുതാം. ദെൻ ഓക്സ് കാർബാസെപ്പിൻ ആൻഡ് എസ്ലി. ദെൻ കാർബമൈസെപ്പിൻ ഗ്രൂപ്പ്
ഓക്സ് കാർബസെപ്പിനാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. ഡെഫിനറ്റ്ലി ഫെനിറ്റോയിൻ ഈസ് വെൽ ആൻഡ് ഗുഡ് ഫോർ ഫോക്കൽ എപ്പിലെപ്സി. ലെവിടൈറാസിറ്റാം ഈസ് ദർ. ലെവിടൈറാസിറ്റാം. സോ ഇതെല്ലാം നമുക്ക് കൊടുക്കാം ഫോക്കൽ എപ്പിലെപ്സി ആണെങ്കിൽ. ദെൻ GTCS ആണെങ്കിലോ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സ് ആണെങ്കിൽ വാൽപ്രോവേറ്റ് ആണ്. ദെൻ ലാമോട്രിജിൻ ഈസ് അഗെയിൻ ലാമോട്രിജിൻ. സോ ഫോക്കലിനും കൊടുക്കുന്നുണ്ട്, ഇതിനും കൊടുക്കുന്നുണ്ട്. ടോപ്പിറമേറ്റ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഫെനിറ്റോയിനും കാർബസെപ്പിനൊക്കെ ആഡ് ഓൺ ഡ്രഗ്സ് ആയിട്ട് കൊടുക്കാം. നോട്ട് ദ നമ്പർ 1 ചോയ്സ്. ഒന്നുമല്ല. നമ്പർ 1 ചോയ്സ് ഈസ് വാൽപ്രോവേറ്റ്, ലാമോട്രിജിൻ, അങ്ങനെയൊക്കെയുള്ള ലെവിടൈറാസിറ്റാം, അങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ്. ദെൻ ആബ്സെന്റ് സീഷേഴ്സ് ആണെങ്കിൽ, ഓർ അത് നമ്മൾ പെറ്റിറ്റ്മാൽ എന്ന് വിളിക്കും, പെറ്റിറ്റ്മാൽ ഓർ ആബ്സെന്റ് സീഷേഴ്സ് ആണെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എത്തോസക്സിമൈഡ് ആണ്. എത്തോസക്സിമൈഡ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വാൽപ്രോവേറ്റ് ആയിരിക്കും കൊടുക്കും. ഓക്കെ. ദെൻ ലാമോട്രിജിൻ നമുക്ക് അവിടെയും കൊടുക്കാം, കാൽഷ്യം ചാനൽ ഇൻഹിബിറ്റർ ആണ്. ലാമോട്രിജിൻ ക്യാൻ ബി ഗിവൺ. ദെൻ മയോക്ലോണിക് ആണെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് മയോക്ലോണിക് ടൈപ്പ് ഓഫ് എപ്പിലെപ്സി ഏതായാലും നമ്മൾ വാൽപ്രോവേറ്റിലേക്ക് പോകും. വാൽപ്രോവേറ്റ് ക്യാൻ ബി ഗിവൺ. ലാമോട്രിജിൻ വീണ്ടും ലാമോട്രിജിൻ അവിടെയും വരുന്നുണ്ട്. ദെൻ ടോപ്പിറമേറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ. സോ അപ്പൊ നമ്മൾ ജനറലൈസ്ഡ് ആണെങ്കിൽ വാൽപ്രോവേറ്റും ലാമോട്രിജിനും നമ്മൾ കണ്ടു. മയോക്ലോണിക്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഓർ വി ക്യാൻ ഗിവ് ടോപ്പിറമേറ്റ് ആയിരിക്കും പല കേസുകളിലും നമ്മൾ കൊടുക്കുക. നൗ ഇഫ് ഇറ്റ് ഈസ് ഫെബ്രൈൽ സീഷേഴ്സ് നമ്മൾ പല തരത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ജസ്റ്റ് ഇവിടെ ഫെബ്രൈൽ സീഷറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുക ഡയസിപ്പാം ആണ്. IV ഡയസിപ്പാം ആയിരിക്കും നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ ഡയസിപ്പാം അല്ലെങ്കിൽ ലോറാസിപ്പാം ആയിരിക്കും കൊടുക്കുക. ഡയസിപ്പാം റെക്ടൽ ഡയസിപ്പാം കൊടുക്കുന്നുണ്ട്. ദെൻ മിഡാസോളാം നെയ്സൽ, ഇൻട്രാനേസൽ മിഡാസോളാം ഉപയോഗിക്കുന്നുണ്ട്. വാൽപ്രോവേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. തടയാനായിട്ടും ഡയസിപ്പാം കൊടുക്കാം. ഇനി നിയോനേറ്റൽ സീഷേഴ്സ്, സബ്റ്റിൽ സീഷേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സസ് ഫിനോബാർബിറ്റോൺ ആണ് നിയോനൈറ്റ്സിലെ സബ്റ്റിൽ സീഷേഴ്സിന് കൊടുക്കുക. ദെൻ എപ്പിലെപ്റ്റിക് സ്പാസം എന്ന് നമ്മൾ പറഞ്ഞു. എപ്പിലെപ്റ്റിക് സ്പാസത്തിന്റെ വേറെ പേര് ഇൻഫന്റൈൽ സ്പാസം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റ് സിൻഡ്രോം എന്നും പറഞ്ഞു. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ACTH കൊടുക്കുക. ACTH ഓർ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് നമ്മൾ കൊടുക്കുക. ഇനി എപ്പിലെപ്റ്റിക് സ്പാസം വിത്ത് ട്യൂബറസ് സ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്. അതിനാണെങ്കിൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് വേറൊന്നുമല്ല വിഗാബാട്രിൻ. സോ വിഗാബാട്രിൻ നമുക്ക് കൊടുക്കാം. ദെൻ അനദർ ഡ്രഗ് ഞാൻ ഇവിടെ പറഞ്ഞു ഗാനോക്സോലോൺ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് കൊടുക്കാം. ദെൻ ഇഫ് ദ പ്രോബ്ലം ഇസ് ഡ്രാവറ്റ് സിൻഡ്രോം ആണെങ്കിൽ നമുക്ക് വാൽപ്രോവേറ്റ് നമുക്ക് കൊടുക്കാം, ലാമോട്രിജിൻ നമുക്ക് കൊടുക്കാം, ടോപ്പിറമേറ്റ് കൊടുക്കാം. ദെൻ ആന്റി ഒബിസിറ്റി ഡ്രഗ് ഫെൻഫ്ലൂർമിൻ കൊടുക്കാം. ദെൻ അനദർ ഡ്രഗ് ടിറിപെൻറ്റോൾ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കാം. ക്ലോണാസിപ്പാം പോലെയുള്ള മരുന്നുകൾ കൊടുക്കാം. ദെൻ ലെനോക്സ് ജസ്റ്റോട്ട് സിൻഡ്രോം നമ്മൾ പറഞ്ഞതാണ്. ഇതാണെങ്കിൽ അഗെയിൻ വാൽപ്രോവേറ്റ് നമുക്ക് കൊടുക്കാം, ലാമോട്രിജിൻ നമുക്ക് കൊടുക്കാം, ടോപ്പിറമേറ്റ് ഏകദേശം ഇതേപോലെ തന്നെയാണ് പോകുന്നത്, ടോപ്പിറമേറ്റ് കൊടുക്കാം. ഓക്കെ. ദെൻ ഈവൻ നമ്മൾ പറഞ്ഞ ഫെൻഫ്ലൂറമിൻ പോലെയുള്ള ഡ്രഗുകൾ നമുക്ക് കൊടുക്കാം. റൊളാൻഡിക് എപ്പിലെപ്സി ആണെങ്കിൽ കാർബമൈസെപ്പിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. കാർബമൈസെപ്പിൻ ലൈക്ക് ഡ്രഗ്സ്. ഇനി കാറ്റമാനിയൽ എപ്പിലെപ്സി നമ്മൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു, അത് മെൻസ്ട്രുവൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സോ അതാണെങ്കിൽ നമ്മൾ ഏത് മരുന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ പ്രൊജസ്ട്രോൺ കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അനദർ ഡ്രഗ് ഈസ് ഡയൂറിറ്റിക് ആണ്, അസെറ്റസോളമൈഡ്, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള അസെറ്റസോളമൈഡ് ആയിരിക്കും ആഡ് ചെയ്യുക. നെക്സ്റ്റ് കേസ് എപ്പോഴും സംശയം വരാവുന്ന ഒരു കേസാണ് പ്രഗ്നൻസി. ഇഫ് ദ ലേഡി ഈസ് പ്രഗ്നന്റ്, സാധാരണ ചെയ്യുക ഏത് മരുന്നാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുക. ദെൻ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് ലെവിടൈറാസിറ്റാം ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും അധികം ആൾക്കാർ കൊടുക്കുന്നത് ഇപ്പോഴും ലാമോട്രിജിൻ ആണ്. ലാമോട്രിജിൻ പുതിയ ഇതനുസരിച്ച് ലെവിടൈറാസിറ്റാം ആണ് മിക്കവാറും എല്ലാ പേപ്പറുകളിലൊക്കെ കാണുന്നത്. പക്ഷെ ലാമോട്രിജിൻ ആണ് കോമൺ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദെൻ മയോക്ലോണിക്കിൽ കൊടുക്കാൻ പാടില്ലാത്തത്, മയോക്ലോണിക് നമ്മളിവിടെ എഴുതി. വാൽപ്രോവേറ്റ് ലാമോട്രിജിൻ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു. ഒട്ടും കൊടുക്കാൻ പാടില്ലാത്ത 2 മരുന്നാണ്, ഒന്ന് ഫെനിറ്റോയിൻ ആൻഡ് കാർബമൈസെപ്പിൻ. ഇത് രണ്ടും കൊടുക്കാനേ പാടില്ല. ഇനി ഈ മരുന്നുകൾ എപ്പം നിർത്താം? ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ജീവിതകാലം മൊത്തം കഴിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത്. സോ ഈ ചോദ്യത്തിന് ഉത്തരം ഒരു 2 to 4 വർഷം യാതൊരു സൈൻസ് ആൻഡ് സിംറ്റംസ് ഇല്ലാത്ത ഒരു രോഗി, ചെറുപ്പത്തിലെ എപ്പിലെപ്സി ഉള്ള കുട്ടി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എപ്പിലെപ്സി ഉള്ള ഒരാൾക്ക് 2 to 4 വർഷമായിട്ട് യാതൊരു സൈൻസ് ആൻഡ് സിംറ്റംസ് ഇല്ല, EEG ഈസ് നോർമൽ ആണ്, ദെൻ GTCS ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള കേസിൽ വി ക്യാൻ സ്റ്റോപ്പ് ദ ഡ്രഗ്.
drug after 2 to 4 years, even free. But if the patient is having adult onset epilepsy ആണ്, പ്രായപൂർത്തിയായതിനു ശേഷം ഉണ്ടാകുന്ന എപ്പിലെപ്സി ആണെങ്കിൽ we cannot stop drug. മരുന്ന് നിർത്താൻ പറ്റില്ല, we have to continue. Then epileptic syndromesലാണെങ്കിലും നമുക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. Okay, so that's all about classification of anti-epileptic drugs and different drugs which can be used for epilepsy and epilepsy syndromes. So thank you for watching.